കഴിഞ്ഞ ദിവസം വീട്ടിലെ ഇൻ്റർനെറ്റ് കട്ടായി. കാര്യം എന്താണെന്നൊക്കെ അന്വേഷിച്ചു, ഒരു പിടിയും കിട്ടിയില്ല. നേരെ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തു. ഏതായാലും ഒരു കസ്റ്റമർ കോള് വന്നു, ഒരു എക്സിക്യൂട്ടീവിനെ വിട്ടേക്കാമെന്ന് പറഞ്ഞു. എന്തായാലും അത് പിറ്റേ ദിവസമായിരുന്നു. അന്ന് സാഹചര്യവശാൽ എനിക്ക് ചെന്നൈയിൽ ഒരു പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് പോവേണ്ടതുള്ളതുകൊണ്ട് ഞാൻ സ്ഥലത്തില്ല. പക്ഷേ അവർ വരും, കാരണം കോൾ ലോഗ് ചെയ്തതുകൊണ്ട് വന്നേ പറ്റും. ഏതായാലും ഞാൻ അവിടെ ഇരിക്കുന്ന സമയത്ത് വീട്ടിൽ ഭാര്യ മാത്രമേ ഉള്ളൂ. അപ്പോൾ 2 ചെറുപ്പക്കാരായ പിള്ളേർ ഇത് നന്നാക്കാൻ, അല്ലെങ്കിൽ അതിൻ്റെ കംപ്ലയിൻ്റ് എന്താണെന്ന് കണ്ടുപിടിക്കാനും നെറ്റ് കറക്റ്റ് ചെയ്യാനായിട്ടും അവർ വന്നു. കൊച്ചു പിള്ളേരാണ്, 20-22 വയസ്സുള്ള കുട്ടികളാണ്. അവർ വന്നു. ഏകദേശം ഉച്ച സമയത്തായതുകൊണ്ട് നല്ല വെയിലുണ്ട്. കുറേ അധികം നേരം അവർ പറഞ്ഞു അത് വേറെ എന്തോ കട്ടായി പോയതാണ്, വെളിയിൽ എവിടെയോ കട്ടായി പോയതാണ്, അങ്ങനെയായിരുന്നു എന്നുള്ളത് കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്തു. ഏതായാലും ഒരുപാട് സമയമായി, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കേണ്ട സമയമായപ്പോൾ വൈഫ് ട്രോപ്പിക്കാനവിടെ 2 ജ്യൂസ് എടുത്ത് കുട്ടികൾക്ക് കൊടുത്തു. അവരിങ്ങനെ മേടിച്ച് പെരയ്ക്കകത്ത് നിന്ന് കുടിച്ചിട്ട് വൈഫ് ചോദിച്ചു, നിങ്ങൾ ഇനി ഫുഡ് കഴിക്കുന്നത് എങ്ങനെയാണ്, കാരണം അവർക്കും ഫുഡ് കഴിക്കാനുള്ള സമയമായി. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ അവിടെ ഒരു ആലിൻ്റെ ചോടുണ്ട്, അപ്പം അവിടെ പോയി ഇരുന്നിട്ടാണ് ഞങ്ങൾ, അവിടെ തണലുണ്ട്, അവിടെ പോയി ഞങ്ങൾ വീട്ടിൽ നിന്ന് ഫുഡ് കൊണ്ടുവരും, അപ്പം ഞങ്ങൾ അവിടെ ഇരുന്ന് കഴിക്കുകയാണ് പതിവ് എന്ന് പറഞ്ഞു. ഒരു പയ്യൻ ഇടുക്കിക്കാരനാണ്, മറ്റൊരു പയ്യൻ കണ്ണൂരുകാരനാണ്. അപ്പോൾ ആ പയ്യൻ പറഞ്ഞൊരു കാര്യമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ 8 മാസമായി ഞങ്ങൾ 2 പേരും ഒന്നിച്ചാണ് ഈ ഇൻ്റർനെറ്റിൻ്റെ കണക്ഷനും അല്ലെങ്കിൽ അതിൻ്റെ കംപ്ലയിൻസുകളും സൊല്യൂഷന് വേണ്ടിയിട്ട് ഞങ്ങൾ പോകാറുള്ളത്. എറണാകുളത്ത് പല വീടുകളിലും ചെല്ലുന്ന സമയത്ത് ചിലപ്പം പോസ്റ്റിൻ്റെ മുകളിലും വീടിൻ്റെ മുകളിലുമൊക്കെ കയറി ഇറങ്ങി കഷ്ടപ്പെട്ട് താഴെ ഇറങ്ങുമ്പോൾ ചേച്ചി ഇച്ചിരി വെള്ളം കുടിക്കാൻ തരാമോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ പല വീടുകളിൽ നിന്ന് അനുഭവപ്പെട്ടത് ഇങ്ങനെയാണ്, ഒരു ഗ്ലാസ് എടുത്ത് തന്നിട്ട് ആ ടാപ്പിൽ നിന്ന് എടുത്ത് കുടിച്ചോ എന്ന്, വെളിയിലുള്ള ടാപ്പിൽ നിന്ന് എടുത്ത് കുടിച്ചോളൂ എന്ന് പലവട്ടം പറഞ്ഞു. അപ്പോൾ ഞങ്ങളോട് ഇങ്ങനെയൊക്കെ അവർ പെരുമാറിയത്. പിന്നീട് ഒരിക്കലും ഞങ്ങൾ ആരോടും അങ്ങനെ ചോദിച്ചിട്ടില്ല. അവൻ പറയുമ്പോൾ അവൻ്റെ കണ്ണിൽ ഒരു നനവുണ്ടായിരുന്നു എന്ന് എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു. പല വീട്ടിൽ നിന്ന് ആവർത്തിച്ചപ്പോൾ പിന്നീട് ഒരിക്കലും ഈ പ്രദേശത്തുള്ള ആളുകളോട് ഞങ്ങളങ്ങനെ വെള്ളം ചോദിക്കാറില്ല. ഞങ്ങൾ ഞങ്ങളുടെ ബാഗിൽ എപ്പോഴും വെള്ളം കൊണ്ട് നടക്കും. ആൻറ്റി ഇത് തന്നപ്പം വലിയ സന്തോഷം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് പോയി. അപ്പം ചുവരിലിരിക്കുന്ന ചിത്രം, ഓ ഇത് നിപിൻ്റെ വീടാണല്ലേ എന്ന് അവർ പറഞ്ഞിട്ട് അവരവരുടെ വഴിക്ക് പോയി. ഇത് ഞാൻ പറയാനുണ്ടായ കാരണം, അലക്സാണ്ടർ ദി ഗ്രേറ്റ് ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ച് രാജ്യങ്ങൾ മുഴുവൻ സ്വന്തമാക്കുന്നതിൻ്റെ തിരക്കിൽ ഓടി നടന്ന മനുഷ്യൻ രോഗബാധിതനായി കിടക്കുന്ന സമയത്ത് തൻ്റെ പരിചാരകർക്കിടയിൽ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു. താൻ മരിച്ചു പോകുമെന്ന് ഉറപ്പായ സമയത്ത് അദ്ദേഹം 3 കാര്യങ്ങൾ പറഞ്ഞു. അതിലൊന്ന്, ഞാൻ മരിച്ചു കഴിയുമ്പോൾ എൻ്റെ ശവമഞ്ച് ചുമക്കേണ്ടത് ഈ കൊട്ടാരത്തിലെ എല്ലാ വൈദ്യന്മാരുമായിരിക്കണം. നമ്പർ 2, എൻ്റെ ശവകുടീരം അലങ്കരിക്കേണ്ടത് സ്വർണവും വെള്ളിയും വജ്രങ്ങളും ഡയമണ്ടുകളും പവിഴങ്ങളും കൊണ്ടായിരിക്കണം എന്ന്. നമ്പർ 3, ഞാൻ മരിച്ച് ആൾക്കൂട്ടങ്ങൾക്കിടയിലൂടെ ശവമഞ്ജരത്തിൽ പോകുമ്പോൾ എൻ്റെ 2 കൈകളും പുറത്തേക്കിട്ടിരിക്കണം. കൊട്ടാരജ്ഞാനികൾ അമ്പരുന്നു, എന്താണ് ഈ വിചിത്രമായ ഇങ്ങനൊരു ചിന്ത? ഒന്നാമത്തതിൻ്റെ അർത്ഥം, വൈദ്യന്മാർക്കൊന്നും എൻ്റെ ജീവനെ നിലനിർത്താൻ സാധിക്കില്ല എന്ന് ലോകത്തോട് പറയണം. മരണത്തിൻ്റെ വിളികൾ വരുമ്പോൾ ഒരു വൈദ്യനും എന്നെ രക്ഷിക്കാൻ, ഈ ലോകത്തെ ജീവനുകളെ നിലനിർത്താൻ സാധിക്കില്ല എന്ന് ലോകത്തോട് പറയണം. രണ്ടാമത്തത്, എൻ്റെ കുഴിമാടവും അതിൻ്റെ ചുറ്റുവട്ടവും അലങ്കരിക്കേണ്ടത് സ്വർണവും വെള്ളിയും പവിഴങ്ങളും ഞാൻ സമ്പാദിച്ച എല്ലാ സ്വത്തുക്കളും ഉപയോഗിച്ചായിരിക്കണമെന്ന് പറയുന്നത് ഇതൊന്നും എൻ്റെ ജീവൻ നിലനിർത്തുന്നതിന് ഉപകരിച്ചില്ല എന്ന് ലോകത്തോട് വിളിച്ചു പറയുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. നമ്പർ 3, എൻ്റെ 2 കൈകളും പെട്ടിയിൽ നിന്നും പുറത്തേക്ക് ഇട്ടുകൊണ്ട് വേണമെന്ന് പറയുന്നത് ഞാൻ ജനിച്ച് ഈ ഭൂമിയിലേക്ക്, അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് പിറന്നു വീഴുന്ന സമയത്ത് ഞാൻ ഒന്നും കൊണ്ടുവന്നില്ല, തിരികെ പോകുമ്പോഴും ഞാൻ ഒന്നും കൊണ്ടുപോകുന്നില്ല എന്ന് ലോകത്തോട് വിളിച്ചു പറയണം. ഈ രാജ്യങ്ങൾ മുഴുവൻ വെട്ടിപ്പിടിക്കാൻ ഓടിത്തിമിർത്ത മനുഷ്യനായ ഞാൻ തിരികെ പോകുമ്പോഴൊന്നും കൊണ്ടുപോകുന്നില്ല എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം കണ്ണടച്ചു. മനുഷ്യൻ എന്നാണ് മനുഷ്യത്വമുള്ളതായി തീരുന്നത്, അല്ലെങ്കിൽ മനുഷ്യത്വമുള്ളവനായി ജീവിക്കാൻ പഠിക്കുന്നത്? നമ്മൾ ജീവിതത്തിൽ ഒരു നന്മ പ്രവൃത്തി ചെയ്യുന്ന സമയത്ത് നമ്മുടെ ജീവിതമായിരുന്ന ആയുസ്സിൻ്റെ ബാങ്കിൽ ഒരു ദിവസം കൂടെ കൂടുതലാണ് നമുക്കുണ്ടാകുക. നമ്മൾ മറ്റുള്ളവരുടെ മുഖത്തെ പുഞ്ചിരിക്ക് ഒരു നിമിഷം സാധ്യമാക്കുന്ന എന്തെങ്കിലും ഒരു പ്രവൃത്തി നമ്മളെ കൊണ്ട് ചെയ്യാൻ സാധിച്ചാൽ അത് നിങ്ങളുടെ ജീവിത ബാങ്കിൽ വീണ്ടും ഒരു കോയിൻ വീഴും. ആ കുട്ടികൾ പറഞ്ഞതിനെ ഞാൻ എടുക്കാനുണ്ടായ കാരണം,
നാട്ടിൻ പുറത്ത് ജീവിച്ച കുട്ടികൾ സിറ്റിയുടെ മനോഹാരിതയിൽ ജോലി ചെയ്യാൻ വരുമ്പോൾ തിരക്കിട്ട ജീവിത രീതികളിലൂടെ പോകുന്ന സമയത്തുള്ള ആളുകൾ പെരുമാറുന്നത് മനുഷ്യത്വമില്ലാത്ത പോലെയാകുന്നു എന്നത് സൂചിപ്പിക്കുന്നതിൻ്റെ ഭാഗമാണ്. തിരക്കുകളാണ്, സമ്പാദിക്കുന്നതിൻ്റെ ഭാഗമാണ്. തനിക്ക് തൻ്റേതായ ചില ആളുകളും സ്വാർത്ഥമായ ചിന്തകളും അതിനും അപ്പുറത്തേക്കൊന്നുമില്ല എന്ന് ചിന്തിക്കുന്ന ജീവിത രീതികളിൽ പോകുമ്പോൾ നമ്മളുടെ നമ്മളുടെ മുമ്പിൽ വന്ന് നിൽക്കുന്ന ആളുകളുടെ നീഡുകൾ മനസ്സിലാക്കി അവൻ്റെ ഒരു പുഞ്ചിരിക്ക് അവസരമുണ്ടാക്കാൻ മനുഷ്യന് സാധിച്ചാൽ അവൻ്റെ ജീവിതത്തിൻ്റെ ആയുസിൻ്റെ ബാങ്കിൽ വീണ്ടും ഒരു കോയിൻ വീഴുന്നു എന്നത് മനസ്സിലാക്കാനാണ്. നിങ്ങൾ ഒരിക്കലും ഭൂമിയിലേക്ക് വന്നപ്പോൾ ഒന്നുമായിട്ടല്ല വന്നത്. നിങ്ങളിട്ടിരിക്കുന്ന വസ്ത്രങ്ങളോ, നിങ്ങളിട്ടിരിക്കുന്ന ബ്രാൻഡഡ് വാച്ചുകളോ, നിങ്ങളിട്ടിരിക്കുന്ന ആഭരണങ്ങളോ ഒന്നും നിങ്ങൾക്കുണ്ടായിരുന്നില്ല. നിങ്ങൾ വെറും ഒരു പച്ചയായ ഉടുതുണി പോലും ഇല്ലാത്ത ഒരു മനുഷ്യനായിട്ടാണ് ഭൂമിയിലേക്ക് വന്നത്. നിങ്ങൾ തിരികെ പോകുമ്പോഴും നിങ്ങൾ ഉണ്ടാക്കിയതും നിങ്ങൾ നേടിയെടുത്ത പ്രശസ്തിയോ പേരോ പദവികളോ ഒന്നും നിങ്ങൾക്ക് തിരികെ കൊണ്ടുപോകാൻ സാധിക്കില്ല. ആകെ നിങ്ങളെക്കുറിച്ച് ഓർത്തിരിക്കുന്ന ചില നല്ല നിമിഷങ്ങൾ സമ്മാനിച്ചിട്ട് നിങ്ങൾക്ക് ഈ ഭൂമിയിൽ നിന്ന് വിട പറയാം എന്ന് പറഞ്ഞുകൊണ്ട് ഗുഡ് ബൈ.